ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏറ്റവും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു മാങ്ങാ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. തൊലി കളഞ്ഞ മാങ്ങയിലേക്ക് നമുക്കൊരു 4-5 പച്ചമുളക് നെടുവേ കീറി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുത്താം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇതിലേക്ക് ഒരു 1/2 കഷ്ണം ശർക്കര ചേർക്കുന്നത് മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. അത് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. സോ കൈ ഉപയോഗിച്ച് എല്ലാം മിക്സ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ തിളച്ച് വന്ന ശേഷം ഒരു അരമുറി തേങ്ങയിലേക്ക് കുറച്ച് കുരുമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും കാന്താരിയും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നല്ല മെഴുകു പോലെ അരച്ചെടുക്കുക. അത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി ആ അരപ്പും ആ മാങ്ങയും എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് നല്ല രീതിയിൽ തിളച്ച് ഒന്ന് കുറുകി നല്ല പരുവമായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, നല്ല കട്ട തൈര്, നല്ലോണം കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്ത തൈരാണ് ചേർക്കുന്നത്. ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരി നമുക്ക് തിളയ്ക്കാൻ പാടില്ല. നല്ല രീതിയിൽ ചൂടായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ബ്രൗൺ നിറമായി കഴിയുമ്പം ഈ മൂപ്പിച്ച മസാല നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ട് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. നമുക്കിത് ഈ സീസൺ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ സീസണാണ്. ശരിക്കും നമുക്ക് ഈ നാട്ടുമാങ്ങയും കൊണ്ട് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നല്ല അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയുക.